വാഹനങ്ങൾ ഇന്ത്യയിൽ എത്തിച്ച് ഉപയോഗിക്കുന്നവർക്കെതിരായ കസ്റ്റംസിന്റെ വ്യാപക നടപടി ഒരേ സമയം വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടക്കുന്നു. അതിൽ 2 പ്രമുഖ സിനിമാ താരങ്ങൾക്കെതിരെ കൂടി റെയ്ഡ് നടപടികൾ പുരോഗമിക്കുന്നതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ദുൽഖർ സൽമാന്റെ നിസാൻ പെട്രോൾ കാർ അപ്പം പൃഥ്വിരാജിന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ വാഹനം ഇത് 2 അന്വേഷണ റഡാറിൽ ഇപ്പോൾ ഉണ്ട്. എൻ്റെ ഒരു നിഗമന പ്രകാരം ദുൽഖർ സൽമാൻ അല്ലെങ്കിൽ പൃഥ്വിരാജ് ഡയറക്റ്റ് ആയിട്ട് എന്തായാലും കസ്റ്റംസിന്റെ ടാക്സ് വെട്ടിക്കാൻ പോകുന്നില്ല, അവർക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ അവരുടെ ചെറിയൊരു അശ്രദ്ധയാണ് ഇപ്പോൾ കസ്റ്റംസ് അവരുടെ വീട്ടിൽ വരാനും ഈ റെയ്ഡിനൊക്കെ കാരണമായിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പഴയ വണ്ടികൾ എടുക്കുമ്പോൾ ഇപ്പോൾ വിൻറ്റേജ് ആയിക്കോട്ടെ, ഇനി പഴയ ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്തൊരു മോഡൽ നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതെന്തായാലും കസ്റ്റംസിന്റെ പരിധിയിൽ വരുന്ന വണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഇന്ത്യയിൽ സെയിൽ ഇല്ലാത്തൊരു വണ്ടി എന്തായാലും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തൊരു വണ്ടിയായിരിക്കും. അപ്പം അതിനെന്തായാലും കസ്റ്റംസിന്റെ പരിധിയിൽ വരുന്ന ഒരു വണ്ടിയാണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കാം. അപ്പം കസ്റ്റംസിന്റെ റൂൾ പ്രകാരം 1962 റൂൾ പ്രകാരം ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഏതൊരു വണ്ടിക്കായാലും ബിൽ ഓഫ് എൻട്രി നിർബന്ധമാണ്. അപ്പോൾ ബിൽ ഓഫ് എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ബിൽ ഓഫ് എൻട്രി. ഇതിൽ വെഹിക്കിളിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. വെഹിക്കിൾ മോഡൽ, അത് ഏത് രാജ്യത്തു നിന്നാണ് വരുന്നത്, അതിന്റെ വാല്യൂ എത്രയാണ്, അതിന് അടക്കേണ്ട ഡ്യൂട്ടി എത്രയാണ്, ഈ കാര്യങ്ങളൊക്കെ ഈ ബിൽ ഓഫ് എൻട്രിയിൽ ഉണ്ടാവും. ഇത് ഞാനൊരു 2 വർഷം മുമ്പ് കൊടുത്തൊരു മെഴ്സിഡീസ്, അത് ജർമ്മനിയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത വണ്ടിയായിരുന്നു. അതിന്റെ കസ്റ്റംസിന്റെ ബിൽ ഓഫ് എൻട്രിയാണ്. അതുപോലെ തന്നെ നമ്മൾ ആ വണ്ടിയുടെ മുകളിൽ ബിൽ ഓഫ് എൻട്രി പ്രകാരം അടച്ച ഡ്യൂട്ടിയുടെ ചലാന്റെ റെസിപ്റ്റോ കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ നമുക്ക് ഉണ്ടാവണം. ശരിക്കും ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു തട്ടിപ്പിന്റെ പ്രോസസ്സാണിത്. അതായത് ഈ വണ്ടികൾ ഇപ്പം പറയപ്പെടുന്നത് ഭൂട്ടാനിൽ നിന്ന് ലേലം ചെയ്ത്, മിലിറ്ററിയുടെ വണ്ടി ലേലം ചെയ്തെടുത്ത് അത് ഹിമാചലിൽ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്തത്. അതായത് കസ്റ്റംസിന്റെ കണ്ടുപെടാണ്ട് വണ്ടി ബൈ റോഡൊക്കെ ആയിട്ട് ബോർഡർ വഴി ഇങ്ങനെ കടത്തിയിട്ട് ഹിമാചൽ RTOയിൽ കൊണ്ടുവന്നിട്ട് രജിസ്റ്റർ ചെയ്ത്. അതായത് ഹിമാചൽ ഇന്ത്യയിലല്ലേ, അവിടെ എന്തുകൊണ്ട് രജിസ്ട്രേഷൻ നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സിസ്റ്റത്തിന്റെ മിസ്റ്റേക്കാണ്. പല ലൂപ്പോൾസ് ഉപയോഗിച്ചിട്ടും ഏജൻസ് ഉപയോഗിച്ചിട്ടും ഉദ്യോഗസ്ഥരെ കൈക്കൂലി കൊടുത്തിട്ടൊക്കെ സംഭവങ്ങൾ അവർ സാധിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ ഹിമാചൽ രജിസ്റ്റർ ചെയ്താൽ ഒബ്വിയസ്ലി നമുക്ക് RC കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് വെച്ചിട്ടാണ് ഇവർ ഈ നല്ലൊരു വിലക്കന്നെയാണ് ഡീലേഴ്സ് ഈ വണ്ടി മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് വെക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പൃഥ്വിരാജിന്റെ ഡിഫൻഡർ ആണെങ്കിൽ അത് ഓൾറെഡി ഇപ്പം KL 01 രജിസ്റ്റർ ചെയ്ത ഒരു വണ്ടിയാണ്. അപ്പോൾ അത് ഏതെങ്കിലും പുറത്തുള്ള ഓൾറെഡി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്ത വണ്ടിയായിരിക്കാം. അത് പുള്ളി ഇവിടെ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്തു. ദുൽഖറിന്റെ വണ്ടിയും അതുപോലെ TN രജിസ്റ്റർ ചെയ്ത വണ്ടികളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്, നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഡോക്യുമെന്റ്സ് ഉണ്ട്, RC കാർഡ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഈ വണ്ടി നമ്മുടെ കസ്റ്റംസിന്റെ പരിധിയിൽ വരുന്ന വണ്ടിയാണെന്നുള്ള കാര്യം ഓർത്ത് കാണില്ല. അപ്പോൾ ആ ഒരു ചെറിയ മിസ്റ്റേക്കാണ് ഇപ്പോൾ ഈ റെയ്ഡിനൊക്കെ കാരണമായത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഡീലർ ത്രൂ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സോഴ്സ് ത്രൂ ഇതുപോലുള്ള വണ്ടി വാങ്ങാൻ പോകുന്ന ഒരാളാണ് അല്ലെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് മീ. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡോക്യുമെന്റ്സിലുള്ള സംശയങ്ങൾ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ.